ഹായ് കൂട്ടുകാരെ, അപ്പോൾ അതേ ഞാൻ എൻ്റെ വീട്ടിൽ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. നൂലപ്പാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അതേ അമ്മ എല്ലാം റെഡിയാക്കാണ്. ഇവിടെ വരുമ്പോഴല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലേ? 10 മണിയായി സമയം. നേരം വെളുക്കുമ്പോൾ തൊട്ട് ഫോണിത്തോണ്ടി ഇരുന്നാൽ മതി, ഭക്ഷണമൊന്നും കഴിക്കണ്ട. A little longer than a few minutes later. തീറ്റ കഴിഞ്ഞിട്ട് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. പാത്രം കഴുകാതെ കൈയും കഴുകാതെ ഉണ്ട് നിൽക്കുക. 1 hour later. അതെ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഇതിനൊന്നും സമയം കിട്ടൂല. അപ്പം അതേ ഞാൻ ദേ എണ്ണയൊക്കെ ഇട്ട് ഇതാവുകയാണ്. അപ്പം ഞാൻ ദേ ഐബ്രോയിലും കൂടി ഇട്ടിട്ടാ ഹെന്ന. 3 hours later. എടീ നീ ചോറ് തന്നെ. Much later. A few minutes later. അതെ അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് പോരുകയാണ് കേട്ടോ. അപ്പോൾ കുറേ അരിപ്പൊടി, കറിവേപ്പില, പപ്പടം, പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെടികൾ, ഇതെല്ലാം കെട്ടിപ്പെറുക്കി കൊണ്ടുവരുവാണ് കേട്ടോ. അതേ പപ്പടം വരെ കൊണ്ടുവന്ന് അവിടെ ബാക്കി ഉണ്ടായിരുന്നത് കുറേ സാധനങ്ങൾ ഒക്കെ എല്ലാം കെട്ടിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് പോരുകയാണ്. അമ്മയാണെങ്കിൽ കൊണ്ടുക്കോ എന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ എടുത്തു വെക്കുക. നമ്മൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ അങ്ങനെയാണല്ലോ. A few minutes later. അതെ അപ്പം നമ്മൾ റെഡിയായി പോരുകയാണ് കേട്ടോ. അതെ അച്ഛനോട് യാത്ര പറയണ ഭാഗമാണ് ഈ കാണുന്നത്. ചെല്ലുമ്പോഴും പോരുമ്പോഴും ആദ്യം അച്ഛൻ്റെ അടുത്താണ് ചെല്ലണത്. അച്ഛനെ കണ്ടിട്ടാണ് അകത്തോട്ട് കയറാറുള്ളൂ. അതുപോലെ പോരുമ്പോഴും അച്ഛനോട് യാത്ര പറഞ്ഞാണ് പോകുന്നത്. പിള്ളേരായാലും അതെ അച്ഛനോട് യാത്ര പറഞ്ഞത്, അമ്മേനോട് യാത്ര പറയാൻ കേട്ടോ. ഇതാണ് ഏറ്റവും നമുക്ക് വീട്ടിൽ നിന്ന് പോരുമ്പം നമ്മുടെ മനസ്സ് നുറുങ്ങിപ്പോന ഒരു സമയമാണിത്. വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്നാൽ യാത്ര പറച്ചിട്ടൊരു സങ്കടം തന്നെയാണ്. അതെ അപ്പം അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി പോന്നു. ബസ്സിൽ കയറണ ഭാഗമൊന്നും എടുത്തില്ല കേട്ടോ. അതെ അപ്പം നമ്മൾ പറവൂർക്ക് പോരുകയാണ്. അപ്പം ആലുവ ബസ്സുണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന്. അപ്പം ഞങ്ങൾ അതിന് കയറി ആലുവയിൽ വന്നിറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പം അതേ നമ്മൾ അങ്ങനെ വീട്ടിൽ നിന്ന് ആലുവയിൽ എത്താറായി. അതേ നമ്മൾ പറവൂരെത്തി. നമ്മുടെ സ്ഥിരം അംഗം തുടങ്ങിയിട്ടാണ്. രാവിലെ എഴുന്നേക്കണം, എല്ലാ പണികളും തന്നെത്താൻ ചെയ്യണമെന്ന്. രാവിലെ മിറ്റടിക്കലാണ് ടൈ കാണുന്നത്. മഞ്ഞുള്ളത് കൊണ്ട് തലയിലൊരു തുണിയൊക്കെ ഇട്ട് തൊണ്ടവേദനയൊക്കെ ആയിരുന്നു. പിന്നെ അതേ അടുക്കളയിൽ ദോശ ഉണ്ടാക്കണം, പിന്നെ ഒരാൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കണം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണല്ലോ. അപ്പോൾ അതേ പിള്ളേർക്ക് ദോശ, സൂര്യചേട്ടന് ഇഡ്ഡലി ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കണമല്ലോ. അതെ പിന്നെ അടുത്തത് സാമ്പാർ ഉണ്ടാക്കാൻ കേട്ടോ. ഇഡ്ഡലി, ദോശ, സാമ്പാറായിരുന്നു രാവിലെ. അത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണമല്ലോ. വീട്ടിലാണെങ്കിൽ ഒന്നും അറിയണ്ട, ഒക്കെ അമ്മ ഉണ്ടാക്കി വെച്ചിട്ട് മാടി കഴിക്കടി എന്ന് പറയും. നമുക്ക് പോയിരുന്ന് കുറേ കുറ്റം പറഞ്ഞ് കഴിച്ചാൽ മതി. അടുത്താൾ പോവാനായിട്ട് റെഡി ആവണ ഭാഗമാണ് കേട്ടോ. ഇളയാൾ ആദ്യം പോകും. 8:30 ആകുമ്പോൾ അവൻ്റെ ബസ് വരും. അപ്പോൾ അതേ അവൻ റെഡിയായി കൊണ്ടിരിക്കുകയാണ്. പുള്ളിയും റെഡി ആവലും എല്ലാം തന്നെയാണ് കേട്ടോ. യൂണിഫോമൊക്കെ തേച്ച് സൂര്യചേട്ടൻ വെക്കും. ബാക്കിയെല്ലാം തന്നെയാണ്, കുളിക്കലും മുടി ചീകലും ഒക്കെ തന്നെയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അവന് കട്ടി കുറഞ്ഞ ദോശയാണ്. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് കേട്ടോ. പിള്ളേർക്ക് വേറൊരു ടൈപ്പ്, സൂര്യചേട്ടന് വേറൊരു ടൈപ്പ്, എല്ലാവർക്കും വേറെ വേറെയാണ്. അവനിങ്ങനെ കട്ടി കുറഞ്ഞ ദോശയാണ് പിള്ളേർക്ക് 2 വേണ്ടത്. അപ്പോൾ അതേ അവൻ കഴിക്കണത്. അവൻ്റെ സ്കൂൾ ബസ് വന്ന് അവനെ കയറ്റി വിടുകയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ജോഷി ചേട്ടനും പ്രീതി ചേച്ചിയും അവരോട് കുശലൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്ത് അവനെ വിട്ട് ഇനി അടുത്ത അംഗത്തിന് പോകണേണ് കേട്ടോ. അടുത്ത ആളെ വിടാനുള്ള ഒരുക്കത്തിനാണ്. അതെ അവൻ ഫുഡ് കഴിക്കണം. അവൻ്റെ വണ്ടി 9:30 വരുള്ളൂ. അപ്പോൾ അതെ അവനും കുളിച്ച് റെഡിയായി ഇനി പോവാനുള്ള ഇതിലാണ്. ബസ് വാതിക്കലോട്ട് വരില്ല, ഇത്തിരി അങ്ങോട്ട് നീക്കിയാണ് നിർത്തുള്ളൂ. അപ്പോൾ അതേ അവൻ ഓടി പോകണം കേട്ടോ. ഓടുമൊന്നുമില്ല, പയ്യെ നടന്നാണ് പോകുള്ളൂ. അപ്പോൾ അവനെയും വിട്ട് ഇനി എൻ്റെ അംഗം തുടങ്ങാൻ പോണേണ് കേട്ടോ. ബീഫ് ഉണ്ടാക്കി. പിന്നെ നമ്മളിത് കടയിലെത്തിയ ഭാഗമാണ് കേട്ടോ. ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് കേട്ടോ. പിന്നെ രാത്രിയായി. നമ്മുടെ അടുത്ത അംഗം പാത്രം കഴുകലാണ് കേട്ടോ. എന്തോരം പാത്രങ്ങളാണ് നിരന്ന് കിടക്കണേന്ന് നോക്കി. ഇതെല്ലാം കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് 12 മണിയാവാറായിട്ടാ.
എല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കിടക്കുകയുള്ളൂ, വൃത്തിയാക്കിയിട്ടേ കിടക്കുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ്